നല്ല പടം എക്സ്പീരിയൻസ് മൂവിയാണ്. നല്ല ഒരു പുതിയ അപ്രോച്ചാണ്. മലയാളത്തിൽ കാണാത്ത ടൈപ്പ് ഒരു വിഷ്വൽ പുതിയൊരു ജോണറാണ്. പക്ഷേ എന്താ പറയുക, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി തന്നെയാണ്. നല്ലൊരു സൈഫൈ ക്ലെവർലി മെയ്ഡ് ഫൺ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻജോയ് ചെയ്തോ? ഇല്ലാത്ത കൈൻഡ് ഓഫ് ഇളകിയാടിയ പെർഫോമൻസ് ആണ്. എങ്ങനെ ഫീൽ ചെയ്തു? കൂടാണ്. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ വരുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി എടുത്തു പറയാനാണെങ്കിൽ ഗിരീഷങ്ങളും അച്ഛനും അനാർക്കലി വളരെ ഒരു അടിപൊളി കോമ്പോ ആയിരുന്നു. പ്രൗഡ് അളിയൻ മൊമെന്റ് ആണോ? പ്രേക്ഷകർക്ക് കണ്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര എന്റർടൈനറും കൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? അപ്പോൾ അഭിനയിച്ചപ്പോൾ ഇത്രയും ഒരു എന്താണ് ഒരു എന്റർടൈനർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അഭിനയിക്കുന്ന സമയത്ത് ചന്തുവിനായിരുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഐഡിയ ഉണ്ടായിരുന്നു. വോക്കലിലും അങ്ങനെ ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളിക്ക് മാർബിളും കോമിക്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തീരെ ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ സ്ക്രീനിങ് ഒരു സമയത്താണ് ഇത് ഇത്രയും അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇത് ഒരു പുതിയ അറ്റംപ്റ്റാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ബട്ട് ചന്തു വാസ് സോ കോൺഫിഡൻസ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്കത് തിയേറ്ററിൽ കണ്ട് ഇതെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന കണ്ട് ത്രൂ ഔട്ട് ചിരി ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ കുറേ ഗീവ് അവേ കുറേ പുറത്തു നിന്നുള്ള ആൾക്കാരെ വെച്ച് ചെയ്ത സ്ക്രീനിങ് ആണ്. അപ്പം ഇവരാരും നമ്മുടെ ഗസ്റ്റുകളോ അങ്ങനെയൊന്നുമില്ല. ദർ സോ മെനി റിക്വസ്റ്റ്സ്. എനിക്ക് പറയാൻ പറ്റുന്നതിൽ അധികം തന്നെ ആൾക്കാർ എല്ലാവരും കംപ്ലൈൻറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നു. എവരിവൺ റിസീവ്ഡ് ഇറ്റ് സോ വെൽ ആൻഡ് താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു നരേഷനും കാര്യങ്ങളും നിങ്ങളോട് കഥ പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ? ഞാനും ചേട്ടനും ആദ്യത്തെ പ്രോജക്റ്റല്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആദ്യത്തെ സിനിമ സായന്ന വാർത്തകളുടെ സമയത്ത് ഒരു ആളുടെ മനസ്സിൽ ചിന്തിക്കുന്ന എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം അതേ ആ ലാംഗ്വേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ നിങ്ങളുടെ വൈബ് കണക്ട് ആയി പറയാനായിട്ട്. നമുക്ക് അഗ്നിചാരി വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്കിങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് അങ്ങനത്തേതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇവൻ മിന്നൽ മുരളി ഇറങ്ങുമ്പോൾ ജോജി ചേട്ടനോ ചേട്ടനോ എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ പേജിൽ നിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നോക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും എനിക്ക് അങ്ങനത്തെ മൂവീസിനോടുള്ള കമ്പം എന്താണെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. സ്പെഷ്യലി ഒരു ലേഡി സൂപ്പർ ഹീറോ വരാനായിട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അനാർക്കലിയുടെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈസിലി കണക്ട് ചെയ്ത് പോകാൻ പറ്റി. എല്ലാം നോർമലായാലും നമ്മൾ സ്കൂപ്പ് ചെയ്യുന്നതെല്ലാം ആയാൽ തന്നെ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുകൊണ്ട് തന്നെയാണ് ഒക്കെ ഡെലിവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ നിവിൻ പോളിനൊക്കെ ഇത്ര സിംഗിൽ കണ്ടിട്ടുള്ളൂ അജു വർഗീസായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒളിച്ചിട്ട് കുറേ സീൻസ് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ അവിടെ. വേറെ ഒരു റൂം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അമേസിങ് പടമാണ്. ഈ പൊതുവെ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഈ സെറ്റിൽ എൻ്റെ കോ ആക്ടേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുതെന്ന് എനിക്കുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാവും വിഷ്വലായിട്ട് കാണുന്നത്. ഇതൊരു ഇത് മലയാള സിനിമയ്ക്ക് ബെഞ്ച് മാർക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ ജോണറല്ലേ ബ്രേക്ക് ചെയ്യുന്നത്. ഇതും ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുമല്ലോ, അതായത് അക്കബ്രത്തെ വേൾഡിലൊരു കോമഡി, അതിൽ തന്നെ ഒരു ത്രില്ലർ ജോണർ ഭയങ്കര പുതിയതാണ്. ഡിസ്കസ് ചെയ്യാത്ത വിഷയങ്ങളും ചുരുക്കമാണ്. ഫുഡായാലും റിലിജനായാലും രാഷ്ട്രീയമായാലും പിന്നെ ഒരു ടോട്ടലി ഫിക്ഷണൽ സെറ്റപ്പിലോട്ട് നമ്മുടെ വേൾഡിനെ കൊണ്ടുപോകും. രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ശരി വന്നിരുന്നോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ? എനിക്ക് ഡെഫിനറ്റ്ലി വന്നിരുന്നു. ഇല്ല, ആക്ച്വലി നിങ്ങൾ പകുതി സാധനങ്ങൾ പോലും കേട്ടിട്ടില്ല. സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറേ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വോയിസ് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ, പരസ്യത്തിന് വേണ്ടി ഇത് കൊടുക്കുന്നത്. അത് ശരിക്കും അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലേ? ചെറുതിലേക്ക് നമ്മൾ തനിയെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്ന ആക്ടേഴ്സിനെയൊക്കെ കുറച്ച് മിമിക് ചെയ്യും. എൻ്റെ അച്ഛൻ്റെ പഴയകാല ശബ്ദം അങ്ങനെ. പക്ഷെ ഇപ്പം എൻ്റെ സൗണ്ട് അത് കഴിഞ്ഞ് ട്രാക്ക് ആയതിനു ശേഷം എനിക്ക് അത്രയ്ക്ക് അത് പിടിക്കാൻ പറ്റുന്നില്ല.
ജനാർദ്ദൻ സാർ അങ്ങനെ കുറേ പേരെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കുറേ ആനിമൽസിനെയൊക്കെ മിമിക്രി ചെയ്യുമായിരുന്നു. അല്ലാതെ ഒരു പടം വർക്കാണ് പൊളിക്കുന്നത്. നമ്മൾ എഴുതുന്ന സബ്ജക്റ്റുകളൊക്കെ മേ ബി നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ഡ്രാമയൊക്കെ അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ സയൻസും ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ശരിക്കും എത്ര പാർട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ എത്ര വേൾഡിലേക്ക് വേണമെങ്കിൽ പോകാമല്ലോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്പിൻ ഓഫ്സ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടമുള്ള ഐഡിയാസ് ഉണ്ട്. ഇത് ഇറങ്ങിയ ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. യൂണിവേഴ്സ് ആവും. ഉറപ്പായിട്ടും അത് നമുക്ക് ട്രൈ ചെയ്യാനുള്ള കുറേ പോസിബിലിറ്റീസും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇൻഫാക്ട് ഈ പടത്തിനകത്ത് എൻ്റെ അടുത്ത പടത്തിൻ്റെ ഈസ്റ്ററൊക്കെ ഉണ്ട്. അതൊരു കോമിക് ബുക്കായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ യാ, ഉഷാറാവട്ടെ. താങ്ക് യു. ഇൻട്രസ്റ്റ് ആയ ഒരു പ്രൊഡക്ഷൻ തന്നെയായിരുന്നു. ഓബിയസ്ലി ഒരു എക്സ്പെരിമെൻ്റൽ കോൺസെപ്റ്റാണ്. വളരെ നന്നായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനുചന്ദ് എന്ന ഡയറക്ടറിൻ്റെ വർക്ക് വളരെ നന്നായി വന്നിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഇതേപോലെ ഗണേഷ് കുമാർ സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ജീവിതത്തിലേക്ക് പ്രൗഡായിട്ടുള്ള കുറച്ച് മൊമെന്റ്സിലൂടെ അല്ലേ കടന്നു പോകുന്നത്? ജീവിതത്തിലേക്ക് പ്രൗഡായിട്ടുള്ള കുറച്ച് മൊമെന്റ്സിലൂടെ അല്ലേ ഇപ്പൊ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും അതല്ല, അച്ഛൻ്റെ ഭാഗത്തുനിന്നും മകൻ്റെ ഭാഗത്തുനിന്നും അതെ, ഹാപ്പി അല്ലേ? സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും ഗഗനചാരി തിയേറ്റേഴ്സിൽ പോയി കാണുക. തിയേറ്ററിൽ ഉടനെ തന്നെ വരും. താങ്ക് യു സോ മച്ച്.